ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് മീഷോ ഹോൾ അല്ല, മീഷോ ഹോൾ കുറേ വരുന്നുണ്ട്. അതല്ലാതെ നമുക്ക് കുറച്ച് അജിയോ സെയിലിന് ഞാൻ മേടിച്ച കുറച്ച് ഡ്രസ്സുകൾ കണ്ടാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാതെ നമുക്ക് ഹോളിലേക്ക് പോവാം. ഓക്കെ, ദെൻ ഫസ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. DNMX എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. നിങ്ങൾക്ക് ഏവർക്കും പരിചയമാണ്. അജിയോയിലൊക്കെ സ്ഥിരം വാങ്ങിക്കുന്നവർ, കാരണം DNMX ഈസ് ദ മോസ്റ്റ് അഫോർഡബിൾ ആൻഡ് ഭയങ്കര ബ്രാൻഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി ഐ ലവ് ദ ബ്രാൻഡ്. ദെൻ അതിൻ്റെ കോളർ വന്നിട്ട് ഷർട്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ജാക്കറ്റാണ്. ഓക്കെ, ഇതാണ് കേട്ടോ. എനിക്ക് ജാക്കറ്റും വേണമായിരുന്നു, ഷർട്ടും വേണമായിരുന്നു. സോ അങ്ങനെ ഞാൻ ഓവർ സൈസ് ആയിട്ടുള്ള ഷർട്ട് കം ജാക്കറ്റ്, ഡെനിം ടു ഡെനിമിനൊക്കെ നമുക്കിത് പെയർ ചെയ്യാൻ പറ്റിയ ഒരു 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 ഷർട്ട് കം ജാക്കറ്റാണ്. പ്യുവർ ഡെനിം ആണ്. രണ്ട് സൈഡിലും പോക്കറ്റ് വന്നിട്ട് ബട്ടൺ ക്ലോഷറാണ് എല്ലാം. പിന്നെ ഒരു ലൂസ് ഫിറ്റാണ്, ഡ്രോപ്പ് ഷോൾഡറാണ്, ചെറിയ രീതിയിൽ ഡ്രോപ്പ് ഷോൾഡറാണ്. അത് തന്നെ എൻ്റെ സ്റ്റൈലിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു 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 ടൈപ്പ് ഓഫ് ഡിസൈനാണ് ഇതിന്. ഇത് ഭയങ്കരമായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിന് എനിക്ക് കിട്ടിയതാണ്. ഇത് എനിക്ക് 600 ആയി സെയിൽ കഴിഞ്ഞിട്ടും. ഇതിന് ശരിക്കും വില 1300 ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ താഴെ ടാഗ് ചെയ്തേക്കാം പ്രൈസൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് അജിയോ സെയിലിൽ നിന്ന് ഞാൻ വാങ്ങിച്ച എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഡെനിം ഷർട്ട്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്. ഇതും സെയിലിന് തന്നെ വാങ്ങിച്ച എൻ്റെ സ്വെറ്റ് ഷർട്ടാണ്. ഞാൻ സ്വെറ്റ് ഷർട്ടിൻ്റെ ഒരു ആരാധികയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് കേട്ടോ. ഇതും DNMX പോലെ തന്നെ എടുത്തു പറയുന്ന ഒരു ബ്രാൻഡാണ്, ടീം സ്പിരിറ്റ്. അതിൻ്റെ ഒരു മാസ്റ്റർ പീസാണിത്. ഇത് കയ്യിലില്ലാത്തവരൊക്കെ അജിയോയിൽ നിന്ന് സെയിൽ ചെയ്ത് ആ സെയിലിന് മേടിച്ച് ഇത് കയ്യിലില്ലാത്തവർ കുറവായിരിക്കും കേട്ടോ. ഇതാണ് കേട്ടോ. ഇങ്ങനെ ഒരു റെഡ് ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. ദെൻ നമുക്കിത് റെഡ് ട്രൗസറിൻ്റെ കൂടെയും ബ്ലാക്ക് ട്രൗസറിൻ്റെ കൂടെയും ഈവൻ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ജീൻസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാം. ഇത് ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാട്ടോ നമുക്ക്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കളർ ഓഫ് വൈറ്റ് ആണെങ്കിലും വൈറ്റ് ഓഫ് വൈറ്റ് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു വൈബാണ്, ഭയങ്കര രസമാണ് ഇതിൻ്റെ കളർ വന്നിട്ട്. ദെൻ ഭയങ്കരമായിട്ട് വാം ഫീലിംഗ് നൽകും. പ്രത്യേകിച്ച് ഇവിടെ ബാംഗ്ലൂരൊക്കെ നല്ലൊരു വാം ഫീലിംഗ് ആണ് ഇത് നൽകുന്നത്. ദെൻ ഇങ്ങനെയാണ് ഇവിടെ പ്ലെയിൻ ആണ്. ഇവിടെ ഇതും ഞാൻ ഓവർ സൈസാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഡ്രോപ്പ് ഷോൾഡർ കിട്ടാൻ വേണ്ടി ഓവർ സൈസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. എനിക്ക് എസ്സും പോരാ, എനിക്ക് ലാർജാണ് ഞാൻ എടുക്കാറുള്ളത്. അറ്റ്ലീസ്റ്റ് പ്രത്യേകിച്ച് അജിയോയിൽ നിന്ന് ഞാൻ ചിലപ്പോഴേ മീഡിയം എടുക്കാറുള്ളൂ. ടോപ്പൊക്കെ സ്മോളാണ് എടുക്കാറുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ടോപ്പല്ല സ്വെറ്റ് ഷർട്ട്. ഇനി മൂന്നാമത്തെ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതും നമ്മുടെ DNMX തന്നെയാണ്. ഇതിന്റെ കളറായിരുന്നു എനിക്ക് വേണ്ടതാണ്. പക്ഷേ ഇവിടെ ചെറിയൊരു എടുത്ത് തയ്ക്കലുകൾ വന്നിട്ടുണ്ട്. എന്നാലും ഡ്രോപ്പ് ഷോൾഡർ ആണ്. ദെൻ ഇവിടുന്ന് തൊട്ടാണ് ഇവിടെ തുടങ്ങുന്നത്. ദെൻ അതിന്റെ ഓൾറെഡി നമ്മൾ സ്മോൾ എടുത്താലും അതങ്ങനെയാണ് വരുന്നത്. ദെൻ റൗണ്ട് നെക്കുമായിട്ട് ക്രൂ നെക്ക്. ദെൻ ഇവിടെ ചെറിയൊരു റൈറ്റിംഗ്, സിൽവർ റൈറ്റിംഗ് വന്നിട്ടുണ്ട്. ദെൻ പ്ലെയിൻ ബാക്ക് ആൻഡ് ബാക്കി പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഓവർ സൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി വലുതെടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി, കുറച്ചുകൂടി ഓവർ സൈസ് ആവാൻ. പക്ഷേ കൈയുടെ ഒരു പ്രത്യേക ഡിസൈൻ കാരണം ഞാനത് പിന്നെ മുകളിലോട്ട് പോയില്ല. ഇത് ഞാൻ മീഡിയത്തിൽ ഒതുക്കി. അപ്പം ഇതാണ് എൻ്റെ നെക്സ്റ്റ് സെയിലിന് ഞാൻ എടുത്തത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ആ കളർ നോക്കി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കൊരു ക്രോപ്പ് ടോപ്പ് വേണമെന്നുണ്ടായിരുന്നു. ഇത് സ്മോൾ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, പക്ഷേ എനിക്ക് മീഡിയം വേണം. എന്നാലും എൻ്റെ മോക്കാണെങ്കിലും അതിടാം എന്നുള്ള ഒരു ഇതിൽ ഞാൻ തിരിച്ചയച്ചില്ല. ഇത് ഞാൻ എൻ്റെ ജംസ്യൂട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാൻ എടുത്തതാണ്. നല്ല രസമായിട്ടുണ്ട്. നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ഒക്കെ ഇറക്കത്തിലേ വരുള്ളൂ. നമുക്കത് അൺകംഫർട്ടബിൾ ആണ് ജംസ്യൂട്ടിട്ട് പെയർ ചെയ്യാം. അല്ലെങ്കിൽ ഹൈ വേസ്റ്റ് ജീൻസ്, ട്രൗസർ, സ്കേർട്ട് ഇതൊക്കെ ഇട്ട് നമുക്ക് പെയർ ചെയ്യാം. അല്ലെങ്കിൽ പീനാഫോ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാം. ഇതും പ്ലെയിൻ ആണ്, ക്രൂനെക്കാണ്, പ്ലെയിൻ ആണ്, ഷോർട്ട് സ്ലീവ് ആണ്, ക്യാപ് സ്ലീവ് ആണ്. ഇത് 180 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചതാ. സ്വെറ്റ് ഷർട്ട് രണ്ടും 150 പിന്നെ 202 രൂപ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. മറ്റേ അത് മാത്രമേ ഉള്ളൂ, ആദ്യം കാണിച്ചത് മാത്രമേ ഉള്ളൂ ഇതിൽ കോസ്റ്റ്ലി ആയിട്ടുള്ളത്. ഇപ്പം എല്ലാം ഒറിജിനൽ പ്രൈസിലാട്ടോ കിടക്കുന്നത്. ദെൻ ഇത് വന്നിട്ട് ഒരു ജീൻസാണ്, കറുത്ത ജീൻസാണ്. ഇത് അതെ റയോ ആണ്. റയോ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ 28 വേണമെങ്കിൽ റയോയിൽ എനിക്ക് 26 ചിലപ്പോൾ അഴവായിട്ട് തോന്നാറുണ്ട് ഹൈ വേസ്റ്റിന്. ദെൻ ഇങ്ങനെ ബട്ടൺ ക്ലോഷർ വന്നിട്ട് ദെൻ 2 പോക്കറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. പുറകിലും നല്ല ഒരു സോഫ്റ്റാണ്. ഫസ്റ്റ്ലി നമുക്ക് പറഞ്ഞ സോഫ്റ്റാണ്. പിന്നെ ഫ്ലെയർഡാണ്. ഫ്ലെയർഡ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലെയർഡാണ്. അങ്ങനെ ഫ്ലെയർ ജീൻസ് ഇഷ്ടമുള്ള ആൾക്കാർ കാണുമല്ലോ, അപ്പോൾ അവർക്കിത് റെക്കമെൻഡ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നല്ല ഫ്ലെയർഡാണ്, ആദ്യമേ തൊട്ട് ഫ്ലെയർഡാണ്. ദെൻ ഇത് ഭയങ്കര ഫേമസ് ആണ്. ഇതിൻ്റെ ഒരു നീല ജീൻസ് ഉണ്ട് റയോഡാൻ, എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ദെൻ ഇതിൻ്റെ ഒരു ബ്രൗൺ ഉണ്ട്, ഞാൻ എടുത്തിട്ട് അതിൻ്റെ സിസ്റ്ററിന് കൊടുത്തു. അത് അവൾക്ക് യൂസ് ചെയ്യാനായിട്ട് അവളാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഭയങ്കര ഒരു സുഖമാണ് ഇട്ട് കഴിഞ്ഞാൽ. നല്ലൊരു കോൺഫിഡൻസ് ലെവലൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് കൂടി വരും. ചില നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ കൂടുതലൊന്നും വെച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബാക്കി എല്ലാത്തിനും ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇന്നിട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് ഞാൻ കാണിച്ചതാണ്, ലാക്മിയുടെ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് സാച്ചുമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ കാണുന്നത് വരെ